എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ഗൗതം ആ സത്യം തിരിച്ചറിയുവാണ്. ഗൗരിമോള് തൻ്റെയാന്ന് അറിഞ്ഞ പാടെ തന്നെ ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഗൗതം പോവാണ്. അപ്പം അവരെപ്പോൾ തന്നെ ശാന്തിപുരത്ത് പോകുന്ന നിർമ്മല പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. അങ്ങനെ വന്നിട്ട് ശാന്തിപുരത്തിലുള്ള ബസ്സിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയാണ്. ശാന്തിപുരത്തിന് ബസ്സില്ല, കയറി ഇറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗൗതം ഓരോ ബസ്സും കയറി ഇറങ്ങി നോക്കുകയാണ് അതിലേതിലും നന്ദ ഉണ്ടോയെന്ന്. അവസാനം ഒരു ബസ്സിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നന്ദ ഇരിക്കുന്നുണ്ട്. ആ ബസ്സിൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഗൗരിമോള് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഗൗരിമോൾക്ക് നല്ല പനിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട്, പോരാത്തിന് ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ സെഡേഷനുണ്ട്. അങ്ങനെ ഗൗരിമോൾ ഒന്നും അറിയത്തില്ല, അത് കിടന്നുറങ്ങുവാണ്. ഗൗതം അങ്ങോട്ട് ചെന്നു. നന്ദ ഈ സമയത്ത് ഒന്നും അറിയത്തില്ലാത്ത മട്ടിങ്ങനെ ഇരിക്കുകയാണ്. കാരണം നന്ദയുടെ മനസ്സിൽ കൂടെ പഴയ പല കാര്യങ്ങളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ശാന്തിപുരത്തേക്ക് വന്നതും കാര്യങ്ങളല്ല. ഗൗതം വന്ന് കുഞ്ഞിനെടുത്ത് തിരികെ പോകാൻ തുടങ്ങുമ്പോഴത്തേനാണ് നന്ദ പെട്ടെന്ന് ബോധത്തിലേക്ക് തിരികെ വന്നേ. തൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ട് ഗൗതം സാർ പോകുന്നുണ്ടപ്പോൾ നന്ദ ഒരു നിമിഷം ഞെട്ടി. പിന്നീട് ഗൗതം സാർ അവിടെ നിൽക്കാനും പറഞ്ഞ് പുറകെ ചെല്ലുവാണ്. പക്ഷേ ഗൗതം നിന്നില്ല. പിന്നീട് നന്ദ ഗൗതത്തിനെ അവിടെ പിടിച്ചിരുത്തി. അല്ല, നിങ്ങൾ എങ്ങോട്ടാ എൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ട്? എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ പറയണം, എൻ്റെ ഗൗരിമോളെ ഇങ്ങ് തരാൻ പറയണം. നിന്റെ മോളോന്ന് ചോദിക്കണം. അതെ, എൻ്റെ മോള്. ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, എന്താ എനിക്ക് ഇവളുടെ ഒരു പങ്കുമില്ലേ, എനിക്കൊരു അവകാശം ഇല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം നന്ദ ഒന്ന് പതറി. സത്യം പറ നന്ദ, നിനക്ക് എത്ര കാലം ഈ സത്യം ഒളിച്ചു വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുക അവളിൽ നിന്ന്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, എന്ത് സത്യം? എനിക്കറിയാം ഇവൾ എൻ്റെ മോളാന്നുള്ള സത്യം. അല്ല, ഗൗതം സാർ ഇപ്പോൾ ഇവളെ കൊണ്ട് എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കും. ഇവളോട് പറയണം ഇവളുടെ അച്ഛനാണെന്നുള്ള കാര്യം എനിക്ക് പറയണം. എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല എന്ന് പറയണം. ഇത് കേട്ടത് നന്ദ താഴ്ന്നു പോയി. മര്യാദയ്ക്ക് എൻ്റെ കുഞ്ഞിനെ തന്നോ എന്ന് പറയണം. തന്നില്ലെങ്കിലോ നീ എന്ത് ചെയ്യും? ഇത് എൻ്റെ മോളാണെങ്കിൽ ഇവിടെ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് ഗൗതം പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് കാരണത്തേക്ക് കുഞ്ഞിനെ കിടത്തിയിട്ട് ഡോറ് വലിച്ചടിച്ച് ഗൗതം പെട്ടെന്ന് കയറി അങ്ങോട്ട് പോവാണ്. നന്ദ ഒരു നിമിഷം ഞെട്ടിപ്പോയി. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ നന്ദ അവിടെ നല്ലൊരു കരയുവാണ്. നന്ദയ്ക്ക് മനസ്സിലായി ഇനി പുറകെ പോയിട്ട് കാര്യമില്ല, ഇതിനെതിരെ നീങ്ങണം. തൻ്റെ കുഞ്ഞിനെ അല്ലേ തനിക്ക് നഷ്ടപ്പെടുമെന്ന് മനസ്സിലായി. ആ സമയം ഗൗതമെല്ലാം പിടിച്ചടക്കിയ ഒരു വാശിയോട് കൂട്ടിയിട്ട് നേരെ ഇന്ത്യപുരത്തിലേക്കാണ് മോളെയും കൊണ്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് മോളെ എടുത്തോണ്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും അരുന്ധതി ലക്ഷ്മിയൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവർ ചോദിച്ചു, ഇതെന്താ ഗൗതം, ഇതെന്താ ഈ ഗൗരീനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഈ പെണ്ണിനെതിരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന് അരുന്ധതി ചോദിക്കുക. ഇത് കേട്ടാൽ ഗൗതം പറഞ്ഞു, അതൊക്കെ കാര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മോളെ കൊണ്ട് നേരെ മുറിയിലേക്ക് പോവാണ്. അങ്ങനെ മുറി കൊണ്ട് അവളെ കിടത്തി. ആ സമയത്ത് ഗൗരി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഗൗരി നല്ല ഉറക്കത്തിലായിരുന്നല്ലോ. അപ്പോഴേക്കും നന്ദു ഓടി വന്നു. നന്ദു വന്നിട്ട്, ആഹാ ഇതെന്താ പപ്പേ ഗൗരിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കാം. ഇനി ഗൗരീനെ പപ്പ ദത്തെടുത്തോന്ന് ചോദിക്കാം. നന്ദു വിചാരിച്ച അങ്ങനെയായിരിക്കും. ഒരു പക്ഷേ തൻ്റെ പപ്പ ഗൗരീനെയും കൂടെ ദത്തെടുത്ത് കാണായിരിക്കും. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അതേ ദത്തെടുത്തു, ഇനി മുതൽ ഗൗരി ഇവിടെ ആയിരിക്കും എന്ന് പറയാം. താങ്ക് യു പപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതത്തിനെ കെട്ടിപ്പിടിച്ച് നന്ദു ഉമ്മ കൊടുക്കുകയാണ്. ആ സമയത്താണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. പിങ്കി ഈ കാഴ്ച കണ്ടതും ഗൗതത്തിനോട്, എന്താ ഗൗതം, ഗൗതം എന്ത് പരിപാടിയെ കാണിച്ചേ? ഇതെന്താ ഗൗരീനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? അപ്പോൾ ഇവര് ശാന്തിപുരത്തിന് പോയില്ലെന്ന് ചോദിക്കും. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, ഇല്ല, പിന്നെ എന്തിനാ ഇവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക. അല്ല, നന്ദ സംഭവിച്ചോ കുഞ്ഞിനെ തരാനായിട്ട്? ഇതെന്താ ഇവളെ ഉറങ്ങുവാണല്ലോ, ഗൗതം എന്താ ഇവളെ എടുത്തോണ്ട് പോകുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, അതെ ഞാനിവിടെ എടുത്തോണ്ട് വന്നാന്ന് പറയണേ. എടുത്തോണ്ട് വന്നാന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഗൗതം കാര്യം എന്താന്ന് ചോദിക്കണം. ഗൗതത്തിന് മനസ്സിലായി ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന്. ഗൗതം പറഞ്ഞു, എടുത്തോണ്ട് വരേണ്ട ആവശ്യം വന്നു. എന്തിന് വേണ്ടിയിട്ട്? ഇതാ നിർമ്മലിന്റെ കുഞ്ഞല്ലേന്ന് ചോദിക്കണം. നിർമ്മലിന്റെ അല്ല, ഇത് ഗൗതം മഹേശ്വരന്റെ കുഞ്ഞാന്ന് പറയണം. ഗൗതത്തിന്റെ, അതെ എൻ്റെ നന്ദയുടെ മോളാണ് ഗൗരി എന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി ഒരു നിമിഷം ഞെട്ടിപ്പോ. ഇതേ ഗൗതം തമാശയ്ക്ക് പോലും അങ്ങനെ പറയരുത്. ഇത് നന്ദ അറിഞ്ഞിട്ടുണ്ടോ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്? അതെ നന്ദ കണ്ടെന്ന് പറയണം. ഇത് കേട്ടോ പിങ്കി പറഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടാകാൻ പോകുന്നത്? ഇതേ ഗൗതം വെറുതെ വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇത് ഗൗരിമോളെ കൊണ്ടേ നന്ദയെ ഏൽപ്പിക്കാൻ പറയണം. പക്ഷേ ഗൗതം കൂട്ടാക്കില്ല. ഇവളെൻ്റെ മോളാണ്, ഇവിടെ ഞാൻ സ്വന്തമാക്കുമെന്ന് പറയണം. ഒരു നിമിഷം പിങ്കിയും ഞെട്ടുണ്ടായി. പിങ്കി ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല ഇങ്ങനെയൊരു ട്വിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇനി സംഭവിക്കുന്നുണ്ടായിരിക്കുക? ഇത്രയും കാലം ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് സ്വന്തം മോനെ പോലെ വളർത്തി. ഇപ്പോൾ ഗൗതത്തിൻ്റെ ചോരയിലുള്ള ഒരു കുഞ്ഞ് വന്നിരിക്കുന്നു, അതും ഗൗരി. ആ സമയത്ത് നന്ദ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു, തൻ്റെ കുഞ്ഞിനെ മോളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട്. തട്ടിക്കൊണ്ട് പോയ ആളുടെ പേര് കേട്ടിപ്പോൾ അവര് ഞെട്ടി. കാരണം IPS ഓഫീസർ ഗൗതം മഹേശ്വർ. പിന്നീട് നന്ദയോട് ചോദിച്ചു, അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിപ്പം നന്ദ പറയും, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മോളെ വേണമെന്ന് പറയണം. അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഗൗതം സാർ എന്തിനാണ് നിങ്ങളുടെ മോളെ തട്ടിയെടുത്തോണ്ട് പോയെന്ന് ചോദിക്കുക. എനിക്കറിയില്ല, എൻ്റെ മോളെ എനിക്ക് വേണം. അയാളുടെ മോളാന്ന് തെറ്റിദ്ധരിച്ചിട്ട് എടുത്തോണ്ട് പോയിരിക്കുന്നതെന്ന് പറയണം. ഇത് കേട്ടതും
ഓഫീസർ ഒരു കാര്യം ചെയ്താൽ നമുക്ക് അന്വേഷിക്കാമെന്ന് പറയണം. അന്വേഷിക്കാനുള്ള സമയമില്ല, എനിക്ക് എൻ്റെ മോളെ ഇപ്പം തന്നെ കിട്ടണം, ഇപ്പം തന്നെ എനിക്ക് എൻ്റെ മോളെ കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണം. അവസാനം നന്ദയുടെ കൂടെ പോലീസുകാർ വരുവാണ് ഗൗതമിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഗൗതം കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് പോയെന്നാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യവരത്തിൽ ആകപ്പാട്ട് ടെൻഷൻ അടിച്ച് പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്ക് ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വന്നു. ലക്ഷ്മി അമ്മയെ കണ്ടതും ലക്ഷ്മി അമ്മനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. എന്താ മോളെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കണം. പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മയ്ക്കും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചില്ല. നിർമ്മലിന്റെ കുട്ടിയാന്ന് കരുതി ഇരുന്നാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. പിന്നീട് ലക്ഷ്മിയമ്മ നേരെ ഗൗതത്തിന്റെ അരിയിലേക്ക് ഇല്ലാണ്. എന്താ ഗൗതം എന്തായി കേൾക്കുന്നതൊക്കെ? ചിലപ്പം ആരെങ്കിലും നിന്നെ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും എന്ന് പറയാം. ഇതങ്ങനെയല്ല, സത്യമായിട്ടുള്ള കാര്യമെന്ന് പറയണേ. അവൾക്കൊരിക്കലും അമ്മ ഞാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ സാധിക്കും ഗൗതം? നിനക്കെന്താ കോമൺ സെൻസോടെ ചിന്തിച്ചുകൂടെന്ന് ചോദിക്കണം. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എങ്കിൽ അവൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയായിരുന്നല്ലോ അമ്മേ. അവൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു പറയണം. ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് നിന്നെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടി ആരോ കരുതി കൂട്ടി ചെയ്യുന്ന കാര്യങ്ങളാ. ഇതൊന്നും നീ വിശ്വസിക്കല്ലേ ഗൗതം. നീ ഇവളെ കൊണ്ടുപോയി ഇതേ ആ നന്ദേനെ ഏൽപ്പിക്കുക. നീ എന്തിനാ ഇവളെ ഇവിടെ വെച്ചോണ്ടിരിക്കണം എന്നൊക്കെ ചോദിക്കണം. അതൊന്നും പറ്റില്ല, ഇവൾ എൻ്റെ മോളാണെങ്കിൽ ഇവൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയണം. ഇത് കേട്ടോണ്ട് അരുന്തിനെ അങ്ങോട്ടേക്ക് വന്നേ. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവസാനം എല്ലാവരും 4 പടഞ്ഞിനും ഗൗതത്തിനെ കുറ്റപ്പെടുത്തുവാണ്. ഗൗതം നീ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. എവിടെയോ കിടന്നൊരു പെണ്ണിനെ എടുത്തോണ്ട് വന്നിട്ട് സ്വന്തം മോളാന്ന് വെച്ച് വാഴിക്കേണ്ട കാര്യം നിനക്കില്ല. എത്രയും പെട്ടെന്ന് ഇവളെ പറഞ്ഞു വിടാൻ നോക്ക്, അല്ല നിനക്ക് ബാധ്യമാണെന്നൊക്കെ പറയണം. ആ സമയം മോഹിനി പറഞ്ഞു, ആദ്യം ഒരു കുഞ്ഞിനെ ദത്തെടുത്തു വന്നു, ഇനിയിപ്പോൾ അടുത്ത ഓർമ്മത്തിനെയും കൂടെ ഇങ്ങനെയാണെങ്കിൽ ഈ വീടിന് ഇന്ത്യവരത്തിൻ്റെ പേര് മാറ്റി പകരം വല്ല അനാഥ മന്ദിരം ഇടേണ്ട വരുമെന്നൊക്കെ പറയണം. പെട്ടെന്ന് ഗൗതം വൃന്ദേ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറയുന്നതിനും കേൾക്കുന്നതിനൊക്കെ അറുതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഒരു അക്ഷരം പോലും മിണ്ടിപ്പോയേക്കളെന്ന് പറയണം. ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു ഇങ്ങോട്ട്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞേരെ, ഇപ്പം തന്നെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാന്ന് പറയണം. പിങ്കിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ടെസ്റ്റ് ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ. പക്ഷേ ആ സമയത്ത് പുറത്തൊരു പോലീസ് ജീപ്പ് വന്നിരുന്നു. അതിനകത്തുനിന്ന് നന്ദേ പോലീസുകാർ ഇറങ്ങുവാണ്. പിന്നീട് ഗൗതത്തിനെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. ഗൗതം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിനെ ചോദ്യം ചെയ്യണം. കുട്ടീനെ തട്ടിക്കൊണ്ട് വരുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗൗതം പറഞ്ഞു, ഞാൻ ആരുടെ കുട്ടീനെയും തട്ടിക്കൊണ്ട് വന്നിട്ടില്ല, ഞാൻ എൻ്റെ മോളെ കൊണ്ടുവന്നിരിക്കുന്നു പറയണം. ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു, ഇല്ല കള്ളം പറയുന്ന അവൾ എൻ്റെ മോളാ, നിങ്ങളുടെ മോളല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് DNA ടെസ്റ്റ് നടത്താം, അങ്ങനെയാണ് സത്യം തെളിയുമല്ലോ, അതിനുശേഷം മാത്രം മതി, അതുവരെ കുട്ടി എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് ഗൗതം പറയണം. നന്ദയ്ക്ക് പിന്നെ എൻ്റെ ചെയ്യണം നടത്തില്ല. ഒരു ദിവസം പോലും ഇതുവരെയായിട്ടും ഗൗരി മോളെ പിരിഞ്ഞിരുന്നിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. നന്ദ പറഞ്ഞു, എൻ്റെ മോളെ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ കുത്തിയിരിക്കും എന്ന് പറയണം. എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടോ ഗൗതം പോലീസുകാരോട് പറഞ്ഞു, അതെ ഇത് എൻ്റെ വീടാണ്, ഇവിടെ വന്ന് അനാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാന്ന് നോക്കത്തില്ല, അവർക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കുമെന്ന് പറയണം. പിന്നെ ഞാൻ തട്ടിക്കൊണ്ട് വന്നിട്ടൊന്നുമില്ല, അതിൻ്റെ മോളാന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഞാനിവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരുടെ അടവോ അഭ്യാസമൊന്നും നടക്കത്തില്ല, എൻ്റെ മോളെ ഞാൻ വിട്ടുതരാൻ പോകുന്നില്ലെന്ന് പറയണം. ഈ സമയം നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പോലീസുകാരാണെങ്കിലും ഗൗതം പറയുന്നല്ലേ അനുസരിക്കുള്ളൂ. എങ്ങനെയും തൻ്റെ മോളെ സ്വന്തമാക്കണം, തൻ്റെ മോളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ലെന്നുള്ള കാര്യം നന്ദ തിരിച്ചറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം പിങ്കിയാണ് ശരിക്കും പെട്ടുപോകാൻ പോകുന്നത്. പിങ്കിയുടെ അവസ്ഥ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം നന്ദ ഇനി ഇന്ത്യവരത്തിലേക്ക് വരുമോ, അതോ ഇനിയിപ്പം ഗൗതം തന്നെ നന്ദയ്ക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കുമെന്ന് അറിയത്തില്ല. എന്ത് റിസ്ക് എടുത്താണെങ്കിലും നന്ദ കുഞ്ഞിനെ സ്വന്തമാക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.